അച്ഛാ മധുവങ്കലിൻ്റെ അടുത്ത് എന്തൊക്കെയുണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിട്ട് അയച്ചു തരണം. അവക്കിട്ടൊരു പണി കൊടുക്കുന്ന എനിക്ക് നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനാമിക പറയുമ്പോഴത്തേക്കിനും അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളെ, എല്ലാം ശരിയാക്കി തരാമെന്നൊക്കെ പറയുകയാണ്. പിന്നീട് നമ്മുടെ നന്ദു ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദുവിൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട്, നേരത്തെ ട്രെയിനറിനാണെങ്കിൽ നന്ദുവിന് എത്ര വലിയ കാര്യമായിരുന്നു, എല്ലാ കാര്യത്തിലും നന്ദുവിനെയായിരുന്നു സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ട്രെയിനർ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. ഈ ട്രെയിനിന് ഇപ്പം മധു സാറ് ആണെങ്കിൽ നന്ദുവിനെ തന്നെ ഫോക്കസ് ചെയ്യുന്ന മാതിരിയുണ്ട്. ശരിയാണ് നീ പറഞ്ഞത്. എൻ്റെ കാലിൻ്റെ ഹീലിൻ്റെ ഹൈറ്റ് കുറവും അതുപോലെ ഹീലിൻ്റെ ചെരുപ്പൊക്കെ ഇട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അത് വെച്ച് നോക്കി കഴിയുമ്പോൾ എന്തോ ഒരു പന്തികേടുള്ള പോലെ എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറയും കേട്ടോ. പിന്നെ നന്ദു പറയുന്നുണ്ട്, നേരത്തെ എൻ്റെ സ്വഭാവം വെച്ചിട്ടായിരുന്നെങ്കിൽ ഞാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് കാണിച്ചു കൊടുത്തേനെ. പക്ഷേ ഇതിപ്പോൾ ട്രെയിനറായിപ്പോയി. ഇതിൻ്റെ പ്രസ്റ്റീജിൻ്റെ വിഷയം തന്നെയാണ്. വീട്ടിലാണെങ്കിൽ ആർക്കും ഞാൻ ഇൻസ്പെക്ടർ ആകുന്നതിനോട് താല്പര്യമില്ല. എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു പാളിച്ച പറ്റാതെ എനിക്ക് നോക്കിയേ പറ്റുള്ളൂ. എൻ്റെ കരിയർ തന്നെ അങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെടുമെന്നൊക്കെ നമ്മുടെ നന്ദു പറയുവാണേ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്നാലും ഇന്ന് ഈ ഒരു അറ്റംപ്റ്റ് ഞാൻ ഇവിടുന്ന് വിജയിച്ചിട്ട് പോകുള്ളൂ എന്ന് നന്ദു തീർത്ത് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ്. ആദർശിൻ്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ച് ടെൻഷനൊക്കെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ അനി അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അനാമികയുടെ കാര്യം എന്തായി, ഞാനൊരു ഫോട്ടോ വീഡിയോ അയച്ച് തന്നതല്ലേ, എന്നിട്ട് അതിൻ്റെ കാര്യത്തിലേക്ക് എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് അനി വരുന്നത്. അന്നത്തേക്ക് നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, അതിന് നീ ആദ്യം നല്ല രീതിയിലാണ് നടക്കുന്നത്, നീയും നന്ദു തമ്മിൽ ഇപ്പോഴും കണക്ഷനിലല്ലേ, നിന്നോട് നേരത്തോട്ട് പറഞ്ഞിട്ടുള്ളതല്ലേ നന്ദുവായിട്ട് ഒരു കാര്യത്തിനും പോകരുതെന്ന്. പിന്നെ നീ എന്താ നന്ദുവായിട്ട് പോകുന്നത്, നിന്നോടൊന്നും പറഞ്ഞൊന്നും മനസ്സിലാവത്തില്ല, നിൻ്റെ തലയ്ക്കൊന്നും കയറത്തില്ല, തലയിൽ നെല്ലിക്കത്തളം വെക്കുക വേണ്ടത് രണ്ടിൻ്റെയും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടങ്ങ് ചൂടാകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഇതൊക്കെ കേട്ടിട്ട് നയനെ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് നയനയും അതുപോലെ തന്നെ അനിയും പരസ്പരം മുഖത്തോട്ടൊക്കെ നോക്കുവാണേ. ആദർശേട്ടന് ഇതെന്താ പറ്റിയെന്നുള്ള രീതിയിലാണ് കേട്ടോ. വീണ്ടും വീണ്ടും നമ്മളെ അനിയെ ഇങ്ങനെ ഹറാസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നയന് ചോദിക്കുന്നുണ്ട്, ആദർശേട്ടന് ഇതെന്താ പറ്റിയത്, എന്തിനാ അവനോട് ചൂടാകുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. ഏട്ടത്തി ഇതെന്താ ആദർശേട്ടന് എന്താ പറ്റിയത്, ആദർശേട്ടൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ, ആദർശേട്ടന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടെന്നൊക്കെ പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, എനിക്കൊന്നും പറ്റിയിട്ടില്ല, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ തരം പിടിക്കങ്ങ് നടന്നാൽ മതി, എന്നിട്ട് ബാക്കിയുള്ളവർക്ക് അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശത്തെ അടുത്തപ്പോൾ മാറുകയാണ് അവിടുന്ന്. വെറുതെ അതും ഇതും പറയാതെ നീ ഇവിടുന്ന് പോകാൻ നോക്ക്, മനുഷ്യന്മാരാകുമ്പോഴത്തേക്കിന് ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നീ എന്തിനാ അതൊക്കെ എന്നോട് ചോദ്യം ചെയ്യാൻ വരുന്നത്, നീ നിൻ്റെ പണി നോക്കി പോവുക എന്നൊക്കെ ഇങ്ങനെ ആദർശം നയനയുടെ അടുത്ത് റാഷായിട്ട് സംസാരിക്കുകയാണ്. അപ്പം ഭാര്യയും ഭർത്താക്കന്മാരും ഒക്കെ ആകുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്യണമെന്ന് ആദർശേട്ടൻ തന്നെയല്ലേ പറഞ്ഞത്. ഞാനാണെങ്കിൽ എല്ലാം തുറന്നു പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുക. അങ്ങനെയാണോ, നീ എത്ര നാൾ എന്നോട് അമ്മയായിട്ട് അടുത്ത കാര്യം മറച്ചു വെച്ച് നടന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നയന പറയുന്നുണ്ട്, അതിന് പ്രതികാരവും വീട്ടിലില്ലേ, പിന്നെന്താന്ന് ഇങ്ങനെ ചോദിക്കുവേ. എനിക്കിപ്പോഴേ നല്ല ടെൻഷനുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഇനിയിപ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുകയാണോ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയേ. തെറ്റ് ചെയ്തത് ഞാനാണോ ആദർശേട്ടാ എന്നിങ്ങനെ ചോദിക്കുന്ന നയനെ. അന്നത്തേക്ക് നീയല്ല, ഞാൻ തന്നെയാണ് തെറ്റ് ചെയ്തത്. അപ്പോഴത്തേക്കിനും ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി, എത്ര നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നാണ് നമ്മുടെ ജീവിതം, എന്താ ആദർശമായിട്ട് എന്താ പറ്റിയതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും എനിക്കിപ്പോൾ പറയാൻ മനസ്സില്ലെന്നൊക്കെ പറയുവേ. എനിക്ക് പറ്റിയ തെറ്റെന്താണെന്നേ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ നയന എന്നാൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ എന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോകുന്നൊക്കെ ഉണ്ട്. നമ്മുടെ നയനയാണെങ്കിൽ ഒട്ടും മടിക്കുന്നില്ല. അപ്പോൾ തന്നെ നമ്മുടെ ആദർശിൻ്റെ അച്ഛൻ്റെ അടുത്ത് വരികയാണ്. ആദർശിൻ്റെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ ബില്ലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നയന അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോഴത്തേക്കിനും അച്ഛാ ആദർശേട്ടന് എന്താ പറ്റിയത്, ആദർശേട്ടനൊന്നും പറയുന്നില്ല, ഇപ്പം തന്നെ ആണെങ്കിൽ അനിയോട് ചൂടായിട്ടിരിക്കുകയാണ്, വെറുതെ ഒരു കാരണവും ഇല്ലാതെയാണ് ആദർശേട്ടൻ ഇങ്ങനെ ചൂടാകുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ആദർശിൻ്റെ അച്ഛനും പറയുന്നുണ്ട്, ഇപ്പം അവൻ അങ്ങനെയാണ്, കുറച്ച് ദിവസമായിട്ട് ഇപ്പം അങ്ങനെ ആയിട്ടുണ്ട്, മോൾ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും പറയുന്നുണ്ട്, എന്നോടൊന്നും തുറന്ന് പറയുന്നില്ല അച്ഛാ അതിങ്ങനെ പറയവേ. നയന പറയും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, എന്ന് പറയാതിരുന്നതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വീട്ടിലുണ്ടായിട്ടുള്ളത്, എന്നിട്ട് പോലും കൂടെ ആദർശേട്ടൻ ഇങ്ങനെ എന്തിനാ പെരുമാറുന്നതെന്നൊക്കെ ഇങ്ങനെ നയന പറയുകയാണേ. അവൻ ഇങ്ങനെയാണ് അവൻ്റെ പോക്കെങ്കിൽ അത് ബിസിനസ്സിനെ സാരമായിട്ട് ബാധിക്കും, ഒന്നിലും ഒരു ശ്രദ്ധയില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് ഇങ്ങനെ ആലോചിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അച്ഛനും പറയുന്നുണ്ട്. ആദർശേട്ടന് അങ്ങനെ വേറൊരു പ്രശ്നവും ഇല്ലാതിരുന്നാണ് ഈ ചന്തുമോൾ വീട്ടിൽ വന്നതിന് ശേഷമാണ് പ്രശ്നം തുടങ്ങിയത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആദർശിൻ്റെ അച്ഛനും പറയുന്നുണ്ട്, ശരിയാണ്, ഈ ചന്തുമോൾ വീട്ടിൽ പ്രശ്നം വന്നതിന് ശേഷം വീട്ടിലെല്ലാവരും അടക്കം പറയുന്നുണ്ട്, അത് കൂടുതലും ആദർശും അച്ഛനും ചേർന്നിട്ടാണ് സംസാരങ്ങൾ കൂടുതലും.
ആ കുഞ്ഞിൻ്റെ അമ്മയാണെങ്കിൽ കോമ സ്റ്റേജിലാണ്. ബന്ധുക്കളാരും അങ്ങനെ ഒത്തിരി പേരൊന്നും ഇല്ലെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ആ കുഞ്ഞും അതുപോലെ തന്നെ നമ്മുടെ കുടുംബം തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് അറിയാൻ പാടില്ലാത്തത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, നമുക്ക് മുത്തശ്ശനോട് ചോദിച്ചുകൂടെ, എന്താണെങ്കിലും കുഴപ്പമില്ല, അച്ഛൻ ആദർശേട്ടനോടൊന്ന് സംസാരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. ആ ശരി, ഞാനൊന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിൻ്റെ അച്ഛൻ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണേ. എന്നിട്ട് പിന്നെ നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, ഇന്ന് 11 മണിക്ക് മീറ്റിംഗ് ഉള്ളതാണ്, അതവൻ അറിയുമെന്ന് പോലും കൂടെ അറിയത്തില്ല, അത് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ആദർശിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കിനും ആദർശ് ഇങ്ങനെ തലയൊക്കെ ചായച്ച് വെച്ചിട്ട് ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ കിടക്കുക കേട്ടോ, മേലോട്ട് നോക്കിയിട്ട്. അപ്പോഴത്തേക്കിനും അച്ഛൻ വന്നിട്ട് ചോദിക്കുക, ഇപ്പോൾ സമയം എത്രയാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ ചോദിക്കുക. ആ സമയം ഇപ്പോൾ 10:35 എന്നിങ്ങനെ പറയുവേ. നീയാണെങ്കിൽ ഇപ്പം തന്നെ നയന മോളോട് തട്ടിക്കയറി, ഇതിൻ്റെ കാര്യം എന്താണെന്ന് എന്നോട് വന്ന് ചോദിച്ചു. വീട്ടിലാകുമ്പോഴത്തേക്കിനും ഭർത്താവിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞെങ്കിൽ അത് വീട്ടുകാരോട് വന്ന് ചോദിക്കണ്ടേ, അവൾക്ക് എന്തിൻ്റെ സുഖേട്, അവൾ എന്തിനാ ഇതൊക്കെ വന്നിട്ട് അച്ഛനോട് ചോദിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. നമ്മുടെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ, അനിയൻ്റെ രൂപത്തിലും ഭാര്യയുടെ രൂപത്തിലും ഒക്കെ ഇപ്പം എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അനിയനും ഭാര്യയൊക്കെ നിനക്ക് എന്ന് തൊട്ടാണ് ഡിസ്റ്റർബൻസ് ആയി തുടങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അച്ഛാ, എനിക്ക് കുറച്ച് സമാധാനം വേണം, വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുകയാണേ. എടാ മോനെ, നീയാണ് പക്വതയോട് കൂടിയിട്ട് നമ്മുടെ വീടിന് നെടുന്തൂണായിട്ട് ഇപ്പം നിൽക്കുന്ന ആൾ. നീ ഇപ്പം എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ, അവിടെ എന്തെങ്കിലും നിനക്ക് ചെറിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ അവിടെ നീ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. അത് നിൻ്റെ ഒരു ആദർശിൻ്റെ ആ ഒരു സ്വഭാവം ആദർശമായിട്ടുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നിനക്കിങ്ങനെ മാറി നിൽക്കാൻ പറ്റത്തില്ല. പ്രശ്നം എന്താണെങ്കിലും നീ അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് അത് പരിഹരിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ പറയുന്നുണ്ട്. അച്ഛാ പ്ലീസ്, ഇന്നത്തെ മീറ്റിംഗ് അച്ഛനൊന്ന് അറ്റൻഡ് ചെയ്യുക. ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ ഇതുപോലൊരു പ്രതിസന്ധി തരണം ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ മീറ്റിംഗ് ഞാൻ എന്താണെങ്കിലും അറ്റൻഡ് ചെയ്യാം, പക്ഷേ ഒരുപാട് കാലത്തോളം ഒന്നും ഇത് രഹസ്യം മനസ്സിൽ സൂക്ഷിക്കേണ്ട, അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചോണം. നയനമോളെ വീട്ടിലാരും അധികം നാൾ സങ്കടപ്പെടുത്താനൊന്നും ആരും സമ്മതിക്കത്തില്ല എന്നും കൂടെ പറഞ്ഞിട്ടാണ് അച്ഛൻ പോകുന്നത്. നമ്മുടെ മുത്തശ്ശനും പതിവ് പോലെ മരുന്നും എടുത്തുകൊണ്ടിരിക്കും. നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ദേവേനെ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട് കേട്ടോ. നീ എന്താ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അച്ഛന് ബുദ്ധിമുട്ടായോ എന്ന് ചോദിക്കുവേ. ഇല്ല, നീ എന്തിനാ വന്നതെന്ന് എനിക്കറിയാം, നിൻ്റെ മോനെ പറ്റി പറയാനല്ലേ എന്ന് ചോദിക്കുക. അതെ അച്ഛാ, അവനിപ്പം അവൻ്റെ സ്വഭാവത്തിനാണെങ്കിൽ ഒത്തിരി മാറ്റമുണ്ട്, അവൻ നോർമലല്ല. ഇപ്പം മരുമോൾ വിളിച്ചതേ ഉള്ളൂ. അവിടെയാണെങ്കിലും കമ്പനിയിലാണെങ്കിലും എല്ലാവരുടെയും അടുത്തും തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ദേഷ്യപ്പെടുകയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അവൻ്റെ പ്രശ്നം ഏതാണെന്ന് ഇങ്ങനെ ചോദിക്കുകയെ. അന്നത്തേക്ക് നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അവൻ എന്ത് പ്രശ്നമാണെങ്കിലും അതൊക്കെ പരിഹരിക്കാൻ അവന് തന്നെ അറിയാം എന്നൊക്കെ പറയും കേട്ടോ. ചന്തുമോൾ വന്നതിന് ശേഷമാണ് അവൻ്റെ സ്വഭാവത്തിലൊക്കെ ഈ മാറ്റം ഉണ്ടായത്. ഈ ചന്തുമോളും അവനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ദേവയാനി ചോദിക്കുക. അന്നത്തേക്കിനും ഇനി ആദർശമായിട്ട് കുട്ടിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ചോദിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഞാനും നയനയൊക്കെ എൻ്റെ കൊച്ചുമോളായിട്ടാണ് ഞാൻ ചന്തുമോളിനെ കാണുന്നത്. അതുപോലെ തന്നെ നയനയും അടുത്ത് കഴിഞ്ഞു എന്നൊക്കെ പറയും കേട്ടോ. ഇനിയിപ്പോൾ എന്താണ് നമ്മുടെ തമ്മിലുള്ള ബന്ധം എന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിന് ആ ബന്ധം നിങ്ങളൊന്നും ഒപ്പം ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും ഇനി ചന്തുമോൾ ഈ വീട്ടിൽ നിന്ന് ആരും ഇറക്കിക്കൊണ്ട് പോകത്തില്ല, എന്നാൽ ഇനി ആ മോളിനെ ഇവിടുന്ന് വിടത്തുമില്ല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, പറയാൻ പറ്റത്തില്ലല്ലോ, ആരെങ്കിലും എല്ലാവരും ഒക്കെ സ്നേഹിച്ച് കഴിഞ്ഞതിന് ശേഷം ആ മോളിനെ ആരെങ്കിലും വന്ന് വിളിച്ചുകൊണ്ട് പോകാൻ വന്നു കഴിഞ്ഞാൽ അതെല്ലാവർക്കും സങ്കടമാവുമെന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി ചന്തുമോളിനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് കോമ സ്റ്റേജിൽ കിടക്കുന്ന അമ്മയേ ഉള്ളൂ, അതല്ലാതെ വേറെ ആരും ഇനി ചന്തുമോളിനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് വരത്തില്ല എന്ന് തറപ്പിച്ച് പറയുക. അവനാണെങ്കിൽ രാവിലെ ഭക്ഷണം പോലും കഴിക്കാതെയാണ് പോയത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ ഭക്ഷണം കഴിക്കാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ആരോഗ്യത്തെ ബാധിക്കത്തില്ലേ, അവനാണെങ്കിൽ ഒരുപാട് ടെൻഷനും ഉണ്ട്, ഒരുപാട് ഭാരങ്ങളുണ്ട് തലയിൽ, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നയിക്കില്ലേ. ഇതൊക്കെ നയനമോൾ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പറയുന്നത്. അവർ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, എന്നാലും എന്തൊക്കെയോ അലട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ വരട്ടെ, ഞാൻ സംസാരിക്കാം എന്നൊക്കെ മുത്തശ്ശനും പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ദേവയാനി പോയി കഴിയുമ്പോഴത്തേക്കിനും മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും ഇവിടെ ഒരു കാര്യങ്ങളും നമ്മൾ തമ്മിൽ ഒരു കാര്യവും മറവില്ല, എന്നാൽ കുറച്ച് കാര്യങ്ങൾക്ക് കൂടെ വ്യക്തത വരാനുണ്ട്, അതും കൂടെ വന്നു കഴിയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും നിൻ്റെ അടുത്ത് പറയും വസുന്ധര എന്നൊക്കെ പറയുന്നുണ്ടേ.
പിന്നീട് നമ്മുടെ നവ്യയും അതുപോലെ കുഞ്ഞും ഒക്കെ ഇങ്ങനെ റൂമിലാണ് കേട്ടോ. അപ്പോഴത്തേക്കിനും അഭി കയറി വരുന്നുണ്ട്. ആഹാ ഇതെന്താ വേഷം, കുഞ്ഞൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഇതാ കംഫർട്ടബിൾ എന്ന് പറയുവേ. എന്നാൽ ഇതുപോലത്തെ ഡ്രസ്സ് കുറച്ച് ഞാൻ മേടിച്ച് തരാമെന്നൊക്കെ ഇങ്ങനെ ആദ്യം തന്നെ മുഖവരെ ഇട്ടിട്ട് പിന്നീട് അഭി പറയുന്നുണ്ട്, ഇവളോടെല്ലാം പറയാം എന്നൊക്കെ പറയും കേട്ടോ. അല്ലെങ്കിൽ വേണ്ട, ഇവളോട് മൊത്തം പറയേണ്ട എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മുടെ വീട്ടിൽ തറവാട്ടിലൊരു കുഞ്ഞു വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കുഞ്ഞു അതാരാ? മുത്തശ്ശൻ്റെ ഒരു വട്ട്, അല്ലാതെ എന്താ മുത്തശ്ശൻ അങ്ങനെ ഏറ്റെടുത്താന്നൊക്കെ പറയും കേട്ടോ. ഈ മുത്തശ്ശന് അത് 5 വയസ്സുകാരി ഒരു പെങ്കൊച്ച്, അതൊക്കെ പെട്ടെന്ന് വളരത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ നവ്യ ചോദിക്കേ. എടി നവ്യ, നമ്മുടെ വീട്ടിലാണെങ്കിൽ 5 തലമുറയ്ക്ക് 10 തലമുറയ്ക്കല്ല 25 തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്തുണ്ട്. തറവാട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ റൂമും ഉണ്ട്. പിന്നെ അവരിപ്പോൾ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് എന്താണെങ്കിലും മുത്തശ്ശൻ്റെ തീരുമാനമാണ്, നമുക്കൊന്നും ഏറ്റെടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് നവ്യക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ. എൻ്റെ കുഞ്ഞ് വരുന്നതിന് മുന്നേ അപ്പോഴത്തേക്കിനും തറവാട്ടിൽ കുഞ്ഞും കയറി കൂടും എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. നമ്മുടെ അനി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് റൂമിലിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വലിയമ്മ എന്താ ആദർശേട്ടന് പറ്റിയതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതെനിക്കറിയത്തില്ല മോനെ, നന്ദമോൾ വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേവയാനി വീണ്ടും പറയുന്നുണ്ട്, മോൻ എന്താണെങ്കിലും ആ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണ്ടായിരുന്നൊക്കെ പറയുവേ. ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ അടുത്ത് ചെന്നപ്പോൾ പോലും കൂടെ എന്നെ കടിച്ച് കയറി തിന്നുമായിരുന്നു. അപ്പം ഞാൻ എങ്ങനെ ചോദിക്കുന്നതെന്നൊക്കെ പറയുവേ. എന്താണെങ്കിലും ഞാൻ വരുമ്പോൾ ചോദിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കിനും നമ്മുടെ അനി ഒന്ന് കൊളുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയമ്മ നോക്കുന്നുണ്ട്, അനാമിക എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അന്നേരം നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ വലിയമ്മയും അമ്മയൊന്നും അല്ലല്ലോ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതൊക്കെ ഭർത്താവല്ലേ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ പറയും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവളെ അവളുടെ പാട്ടിന് വിട്ടേക്കാൻ എന്നൊക്കെ പറയുന്നിടത്ത് ദേവയാനി ദേഷ്യത്തോടെ നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.